ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു സിസ്റ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്യൂയിങ് മോഡലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ സെർവർ, പോയിസോൺ അറൈവൽസ് ആൻഡ് പോയിസോൺ ആൻഡ് വിത്ത് എക്സ്പോണൻഷ്യൽ സർവീസ് ആൻഡ് വിത്ത് ഇൻഫിനിറ്റ് ക്യൂ ലെങ്ത് ആൻഡ് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. അപ്പോൾ ആ മോഡലിലുള്ള ഒരു പ്രോബ്ലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ഈ പ്രോബ്ലം വായിച്ച് നോക്കുക. അറ്റ് എ സൈക്കിൾ റിപ്പയർ ഷോപ്പ് ഓൺ ആൻ ആവറേജ് എ കസ്റ്റമർ അറൈവ്സ് എവരി 5 minutes and on an average the service time is 4 minutes per customer. Suppose that the inter-arrival time follows Poisson distribution and the service time are exponentially distributed. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വായിച്ചിട്ട് എന്താ മനസ്സിലായത്? ഒരു സൈക്കിൾ റിപ്പയർ ഷോപ്പിൽ ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോഴാണ് ഓരോ കസ്റ്റമർ അറൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കസ്റ്റമറിനെ സർവീസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ്. ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് സർവീസ് ടൈം എടുക്കുന്നത് ആവറേജ് ആയിട്ട് 4 മിനിറ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം ഈസ് ഐഡിൽ? ആ സിസ്റ്റം, ക്യൂയിങ് സിസ്റ്റം ഐഡിൽ ആവാനുള്ള ചാൻസ്, അതായത് കസ്റ്റമേഴ്സ് ആരും തന്നെ ആ സിസ്റ്റത്തിൽ ഇല്ലാതാവാനുള്ള ചാൻസ് എത്രയാണ്, പ്രോബബിലിറ്റി എത്രയാണ്? അടുത്തത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം ഈസ് ബിസി? അതായത് ആ സിസ്റ്റം ബിസി ആവാനുള്ള പ്രോബബിലിറ്റി, ബിസി ആവാനുള്ള ചാൻസ് എത്രയാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആവറേജ് നമ്പർ ഓഫ് എ കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. അതായത് ആ ആവറേജ് ആയിട്ട് നോക്കുന്ന സമയത്ത് ആ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്? അതായത് ലെങ്ത് ഓഫ് ദ സിസ്റ്റം ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? വെയിറ്റ് ചെയ്യുന്ന, ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും, അതുപോലെ തന്നെ സർവീസ് ഏത് കസ്റ്റമറിനാണോ ഇപ്പോൾ സർവീസ് കൊടുക്കുന്നത് ആ കസ്റ്റമറിനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ക്യൂവിൽ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ഒരാൾക്ക് നമ്മൾ സർവീസും കൊടുക്കുന്നുണ്ടാവും കുറച്ച് പേർക്ക്. അപ്പോൾ ഈ സർവീസ് കൊടുക്കുന്ന കസ്റ്റമറേയും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ ലെങ്ത് ഓഫ് ദ സിസ്റ്റത്തിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ആവറേജ് ലെങ്ത് ഓഫ് ദ ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഏത് എക്സ്ക്ലൂഡഡ് ആണ്? സർവീസ് ചെയ്യുന്ന കസ്റ്റമറിനെ, സർവീസ് കൊടുക്കുന്ന കസ്റ്റമറിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ ക്യൂ കണ്ടുപിടിക്കുന്നത്. അവിടെ വെയിറ്റ് ചെയ്യുന്ന, ക്യൂവിൽ മാത്രം വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണമാണ് ആവറേജ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്തത്, ദ മീൻ ടൈം ഈ കസ്റ്റമർ സ്പെൻസ് ഇൻ ദ സിസ്റ്റം. അതായത് ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് ഒരു കസ്റ്റമറിന് എത്ര ടൈം അവിടെ ആ ക്യൂയിങ് സിസ്റ്റത്തിൽ സ്പെൻഡ് ചെയ്യുന്നു. അവിടെ സർവീസ് ടൈം, ആ കസ്റ്റമറിന് സർവീസ് കൊടുക്കാനെടുക്കുന്ന ടൈമും കൂടെ ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? വെയിറ്റിംഗ് ടൈം ഇൻ ദ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ, ദ ആവറേജ് ടൈം ഈ കസ്റ്റമർ സ്പെൻസ് ഇൻ ദ ക്യൂ. ആ ക്യൂവിൽ മാത്രം എത്ര ടൈം ഒരു കസ്റ്റമർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതാണ് വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂ. മറ്റേത് വെയിറ്റിംഗ് ടൈം ഇൻ ദ സിസ്റ്റം, അടുത്തത് വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറൈവൽ റേറ്റും, ആവറേജ് അറൈവൽ റേറ്റും അതുപോലെ തന്നെ സർവീസ് റേറ്റും, ലാംഡയും അതുപോലെ മ്യൂവും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ. ആവറേജ് ലാംഡ മീൻസ് അറൈവൽ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം ആണ്. ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ എത്ര കസ്റ്റമേഴ്സ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്, ലാംഡയിൽ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴാണ് ഒരു കസ്റ്റമർ വരുന്നതെന്ന് പറയുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഒരു മിനിറ്റിൽ എത്ര കസ്റ്റമർ വരുന്നു എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുക, ലാംഡ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലാംഡ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5. ഒരു മിനിറ്റ്, ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ എത്ര കസ്റ്റമർ ആ സിസ്റ്റത്തിലേക്ക് അറൈവ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ലാംഡ എന്ന് പറയുന്നത്. ഇവിടെ ലാംഡ നമുക്ക് തന്നിട്ടില്ല. അപ്പം 1 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 0.20 ആണ് നമ്മുടെ ലാംഡ എന്ന് പറയുന്നത്, അറൈവൽ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മ്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ സർവീസ് ടൈം, ഒരു കസ്റ്റമറിന് എടുക്കുന്ന സർവീസ് ടൈമാണ് 4 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മിനിറ്റ് ഓഫ് ടൈമിൽ എത്ര കസ്റ്റമറെ സെർവ് ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം?
1 divided by 4 is equal to 0.25. അപ്പം ഓൾറെഡി ഇപ്പം ലാംഡയും അതുപോലെ തന്നെ മ്യൂവും കിട്ടിക്കഴിഞ്ഞു. ഇനി ഏത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം? സിസ്റ്റം ഐഡിൽ ആവാനുള്ള പ്രോബബിലിറ്റി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആദ്യം യൂസ് ചെയ്യണം. പ്രോബബിലിറ്റി ദാറ്റ് ഈസ് സിസ്റ്റം ഈസ് ഐഡിൽ, ദാറ്റ് ഈസ് P0 നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ. അപ്പോൾ ലാംഡ ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു 0.20 ആണെന്ന്. അതുപോലെ തന്നെ മ്യൂ എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞു? 0.25 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. 1 മൈനസ് 0.20 ഡിവൈഡഡ് ബൈ 0.5 ദാറ്റ് ഈസ് 1 മൈനസ് 0.8 ദാറ്റ് ഈസ് 0.20. അപ്പോൾ ഈ സിസ്റ്റം ഐഡിലാവാനുള്ള ചാൻസ്, ഐഡിലാവാനുള്ള പ്രോബബിലിറ്റി P0 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 0.20 ആണെന്ന് കിട്ടി. ഇനി അത് പെർസെൻറ്റേജ് ഫോമിലാക്കുന്ന സമയത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യാം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര ശതമാനമാണ് ആ സിസ്റ്റം ഐഡിലാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത്? 20%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം ഈസ് ബിസി. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റോയാണ്. റോ ഇസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു 0.20 ആണ്. അതുപോലെ മ്യൂ ഇസ് ഈക്വൽ ടു 0.25 ആണ്. അപ്പോൾ നമുക്ക് റോ കിട്ടിക്കഴിഞ്ഞു. 0.80 ആണ് റോ എന്ന് പറയുന്നത്. അത് പെർസെൻറ്റേജ് ഫോമിലാക്കുന്ന സമയത്ത് 80%, 80% ആ സിസ്റ്റം ബിസി ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ ബിസി ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം, അതായത് ഇവിടെ നമ്മൾ ലെങ്ത് ഓഫ് ദ സിസ്റ്റം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻക്ലൂഡിങ് ദ കസ്റ്റമർ ഹു ഈസ് ബീയിങ് സെർവ്ഡ്, സെർവ് ചെയ്യുന്ന കസ്റ്റമറിനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ മൈനസ് ലാംഡയാണ്. ഓൾറെഡി ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാണ് 0.20 ഡിവൈഡഡ് ബൈ 0.25 മൈനസ് 0.20, ദാറ്റ് ഈസ് 0.20 ഡിവൈഡഡ് ബൈ 0.05, 4 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ ആവറേജ് ആയിട്ട് നോക്കുന്ന സമയത്ത് എത്ര കസ്റ്റമേഴ്സ് ആ സിസ്റ്റത്തിൽ ഉണ്ടാവും? 4 കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഈ ആവറേജ് ലെങ്ത് ഓഫ് ദ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ സർവീസ് ചെയ്യുന്ന കസ്റ്റമറെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ക്യൂവിൽ മാത്രം എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. അവിടുത്തെ അതിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ അല്ലെങ്കിൽ റോ ഇൻറ്റു ലെങ്ത് ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പോൾ ഞാനിവിടെ ഈ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റോ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 0.8 എന്ന് കിട്ടിക്കഴിഞ്ഞു റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ സിസ്റ്റം എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞു? 4 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 0.8 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 3.2 എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത് ഓഫ് ദ ക്യൂ ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ആ ക്യൂവിൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും? 3.2 കസ്റ്റമേഴ്സ് ഉണ്ടാവും. അടുത്തത് മീൻ ടൈം എ കസ്റ്റമർ സ്പെൻസ് ഇൻ ദ സിസ്റ്റം, അതായത് എത്ര ടൈം ആവറേജ് ആയിട്ട് ഒരു കസ്റ്റമറിന് ആ സിസ്റ്റത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, ഇൻക്ലൂഡിങ് ദ ടൈം ടേക്കൺ ഫോർ സർവീസ്. സർവീസ് ചെയ്യുന്ന ടൈമും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം ഇൻ ദ സിസ്റ്റം നമ്മൾ പറയുക. ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന ടൈം പ്ലസ് സർവീസ് ടൈമും കൂടെ ഇവിടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ മ്യൂ മൈനസ് ലാംഡ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ സിസ്റ്റം ഡിവൈഡഡ് ബൈ ലാംഡ. 2 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ മ്യൂ ഇസ് ഈക്വൽ ടു 0.25 മൈനസ് 0.20 അല്ലെ ലെങ്ത് ഓഫ് ദ സിസ്റ്റം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലെങ്ത് ഓഫ് ദ സിസ്റ്റം ഇസ് ഈക്വൽ ടു 4 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. 4 ഡിവൈഡഡ് ബൈ 0.2 ഇസ് ഈക്വൽ ടു 20 മിനിറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ 20 മിനിറ്റ് ആണ് ഒരു കസ്റ്റമറിന് ആ സിസ്റ്റത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ഇൻക്ലൂഡിങ് ദ ടൈം ടേക്കൺ ഫോർ സർവീസ്. സർവീസിനെടുക്കുന്ന ടൈമും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര മിനിറ്റ് അവിടെ ഒരു കസ്റ്റമർ സ്പെൻഡ് ചെയ്യണം? 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻസ് ഇൻ ദ ക്യൂ. ആ വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂ മാത്രമാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ സർവീസ് ടൈം ആഡ് ചെയ്യില്ല. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ക്യൂ ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇക്വേഷനിൽ 0.20 ഡിവൈഡഡ് ബൈ 0.25 ഇൻറ്റു 0.25 മൈനസ് 0.20 ദാറ്റ് ഈസ് 0.05.
അപ്പോൾ 0.25 ഇൻറ്റു 0.05 എന്ന് പറഞ്ഞാൽ 0.125 കിട്ടും. അപ്പോൾ 0.20 ഡിവൈഡഡ് ബൈ 0.125 കിട്ടും. അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ക്യൂ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 3.2 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു, ഡിവൈഡഡ് ബൈ 0.20. ഈസ് ഈക്വൽ ടു എത്ര മിനിറ്റ് ആണ്? 16 മിനിറ്റ് ആണ് ക്യൂവിൽ മാത്രം ഒരു കസ്റ്റമർ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഇനി ഷോർട്ടായിട്ട് പറയുന്ന സമയത്ത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈ യൂട്ടിലൈസേഷൻ ഫാക്ടറാണ്. അതായത് സിസ്റ്റം എപ്പോഴും എന്താണ്, ബിസി ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ, ഐഡിൽ ആവാനുള്ള ചാൻസിനേക്കാൾ കൂടുതൽ ബിസി ആവാനുള്ള ചാൻസ് ആണ്. കാരണം 80% ആണ് നമുക്ക് ഇവിടെ റോ എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന ടൈമും ഇവിടെ എന്താണ്, കൂടുതലാണ്. 16 മിനിറ്റ് എടുക്കുന്നുണ്ട് ഒരു കസ്റ്റമറിന് നമുക്ക് ആ ക്യൂവിൽ മാത്രം നിൽക്കാൻ വേണ്ടിയിട്ട് 16 മിനിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യൂവിൽ ഇതുപോലെയുള്ള ടൈം, ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈമും അതുപോലെ തന്നെ നമുക്ക് റോയും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് റെക്കമെൻഡ് ചെയ്യാം? ഈ സിസ്റ്റത്തിൽ ഒരു പുതിയ സെർവറും കൂടെ ആഡ് ചെയ്യണം, പുതിയൊരു സർവീസ് സ്റ്റേഷനും കൂടെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഇത് കുറച്ചും കൂടെ എന്തായിട്ട് പോവാം, എന്തായിട്ട് ഈ ക്യൂയിങ് സിസ്റ്റം കുറച്ചും കൂടെ മെച്ചമായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് റെക്കമെൻഡ് ചെയ്യാം? ഒരു പുതിയ സെർവറിൻ്റെയും കൂടെ ആവശ്യമുണ്ടെന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം.